ദില്ലിയിൽ വീണ്ടും പാറ്റ സമരക്കാർ തിരിച്ചെത്തി. 70 പേർ കസ്റ്റഡിയിൽ. പാർലമെന്റിലേക്ക് വീണ്ടും മാർച്ചിന് എത്തുകയാണ് CJP. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. അതുമാത്രമല്ല, ദില്ലിയിൽ CJP ആകട്ടെ അവർ നടത്തിയ പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ 70 പേരെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതും. സംഘർഷത്തിൽ 5 IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റതായും സ്പെഷ്യൽ കമ്മീഷണറും നിരവധി DCPമാരും അവിടെ പരിക്കേറ്റവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിനിടെ തന്നെ 20 പോലീസ് വാഹനങ്ങൾ തകർത്തതായും അധികൃതർ ആരോപിക്കുന്നുണ്ട്. അതേസമയം പോലീസ് ഒഴിപ്പിച്ച സമരവേദികൾക്ക് രാത്രി തന്നെ CJP പ്രവർത്തകർ തിരിച്ചെത്തിക്കൊണ്ട് പ്രതിഷേധം പുനരാരംഭിച്ചിരിക്കുകയാണ്. തകർന്ന സമരപന്തൽ ശുചീകരിച്ച പ്രവർത്തകർ വീണ്ടും പന്തൽ അവിടെ ഉയർത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതുമാത്രമല്ല, പാർലമെന്റിലേക്ക് വീണ്ടും മാർച്ച് നടത്തുമെന്നും CJP നേതൃത്വം പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ദേശീയ തലസ്ഥാനത്ത് വീണ്ടും ഇപ്പോൾ സംഘർഷ സാധ്യത അവിടെ വലിയ രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. പ്രതിഷേധം എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് ദില്ലി പോലീസ് ഉന്നതതല ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ സമരക്കാരാകട്ടെ വീണ്ടും തിരിച്ചെത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പാറ്റ പാർട്ടിയാകട്ടെ അവിടെ നടത്തുന്ന പാർലമെന്റ് മാർച്ചും പ്രതിഷേധവും ഇന്നും അവിടെ തുടരുമെന്നതാണ് അഭിജിത് ദീപക് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി വൈകി ജന്തർ മന്ദറിലും പരിസരത്തിലും ജന്തർ മന്ദറിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സമര കേന്ദ്രങ്ങൾ സന്ദർശിച്ച പ്രക്ഷോഭകരോടും അതുപോലെ പോലീസിനോടും സംസാരിച്ച ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവും പകലും നീണ്ട പ്രതിഷേധത്തിനും സംഘർഷത്തിനും ഒടുവിൽ തന്നെ ഡൽഹി പോലീസ് സമരവേദി നീക്കം ചെയ്തിരുന്നുവെങ്കിൽ പോലും പ്രക്ഷോഭകർ ജന്തർ മന്ദറിൽ തിരിച്ചെത്തിക്കൊണ്ട് അവിടെ വീണ്ടും താൽക്കാലികമായ ഒരു വേദി നിർമ്മിച്ചതായിട്ടാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ മാർച്ച് തുടരുമോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ വീണ്ടും മാർച്ച് ചെയ്യും, ഞങ്ങൾ ഈ സമരസ്ഥലം വിട്ടുപോകില്ല എന്നതായിരുന്നു അവിടെ അവർ മറുപടി നൽകിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE പുനർമൂല്യനിർണ്ണയത്തിലെ അപാകതകൾ എന്നിവയെ അതിലെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചുവരെ അദ്ദേഹത്തിന്റെ രാജി ഇവിടെ ഉറപ്പാക്കുന്നത് വരെ സമരം തുടരുമെന്നതാണ് CJP പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായിരുന്നു തിങ്കളാഴ്ച. CJP ആഹ്വാനം ചെയ്ത സർദാസ് ചലോ പാർലമെന്റ് മാർച്ചിന് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പേർ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. മാർച്ചിന് പോലീസ് ആകട്ടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി വീശിയതോടുകൂടിയാണ് പ്രതിഷേധം കൂടുതൽ സംഘർഷഭരിതമായി തന്നെ നീങ്ങിയത്. സമരക്കാർ പാർലമെന്റിന്റെ അടുത്ത് എത്തിയതോടുകൂടി തന്നെ പോലീസ് അവിടെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. പ്രദേശത്ത് ചില ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പോലും വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, വലിയ രീതിയിലുള്ള ഒരു സംഘർഷഭരിതമായ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിന്റെ പരിസര പ്രദേശങ്ങളിൽ കാണാൻ സാധിച്ചത്. ഇവർ ആകട്ടെ ഒരടി മുന്നോട്ട് പോകില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് ഈ പാറ്റാക്കൂട്ടം ഇപ്പോൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്ന ചില വിവരങ്ങളായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.